ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു അൺബോക്സിംഗ് ആണ്. സോളാറിൻ്റെയും അങ്ങനത്തെ ഐറ്റംസ് ഒന്നല്ല, ഒരു സ്പ്രെയറാണ്. അഗ്രികൾച്ചർ മരുന്നും കാര്യങ്ങളൊക്കെ സ്പ്രേ ചെയ്യുന്ന ഒരു കിസാൻ ക്രാഫ്റ്റിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ മോഡൽ കാര്യങ്ങൾ. 18 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി ഉള്ള ഒരു ബാറ്ററിയിലും അതുപോലെ തന്നെ മാനുവലുമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്പ്രെയറാണിത്. ഇതാണ് അതിൻ്റെ ബോക്സ് ആണ് ഇങ്ങനെ കാണുന്നത്. ഇതിൻ്റെ റേറ്റ് ഏകദേശം 3000 മുതൽ 3700 വരെ 3800 വരെയാണ് ഓരോ സ്ഥലത്തു നിന്നും റേറ്റ്. ഇത് അവരുടെ പ്രോഡക്റ്റുകളുടെ ഡീറ്റെയിൽസ് ആണ്. അവരുടെ കാർഡ് വെട്ടിംഗ് മെഷീൻ ഓൾറെഡി എൻ്റെ അടുത്ത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വേറൊരു സംഭവമാണ് സ്പ്രെയർ. കുറേ ഒന്നും നോക്കി കിസാൻ ക്രാഫ്റ്റ് കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ് മനസ്സിലാക്കിയപ്പോഴാണ് വാങ്ങിയത്. പക്ഷെ പാക്കിൽ നമ്മൾ നോക്കിയപ്പോൾ അത് മെയ്ഡ് ഇൻ ചൈന എന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് കുറച്ചൊരു ഒരു പ്രശ്നം. മെയ്ഡ് ഇൻ ചൈനയാണ്, പക്ഷേ അതിൻ്റെ സെയിൽസും കാര്യങ്ങളും അവരാണ് അവിടുന്ന് ഇത് മാനുഫാക്ചറിങ് അവിടെയാണ് ചെയ്യുന്നത്. സെയിൽസ് മാത്രമേ ഉള്ളൂ ഇവിടെ, ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഇന്ത്യൻ മെയ്ഡാണ് വിചാരിച്ചിട്ടാണ് സാധനം വാങ്ങിയത്. ബോക്സ് നോക്കിയപ്പോഴാണ് നമുക്കത് മെയ്ഡ് ഇൻ ചൈന എന്ന് മനസ്സിലായത്. എന്നാലും കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയാണ് ഇവർ കീപ്പ് ചെയ്യാറ്, അത് വിശ്വാസം ഉണ്ട്. നമുക്കത് ബോക്സൊക്കെ പൊട്ടിച്ചിട്ട് അതിനുള്ളിൽ എങ്ങനെയാണ് ഈ സംഭവം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇതൊരു എല്ലാം എന്താ സെറ്റാക്കിയിട്ടുണ്ടാവില്ല, നമ്മളത് സെറ്റ് ചെയ്യണം. ഞാനത് ഓൺലൈനായിട്ടാണ് വാങ്ങിയത് കേട്ടോ. ഫസ്റ്റ് തുറക്കുമ്പോൾ തന്നെ എളുപ്പം ഒരു ചാർജറുണ്ട്. കാരണം ഇതിൽ ബാറ്ററി ഉണ്ടല്ലോ, ബാറ്ററിയിലും കൂടി ഓടണം. കാരണം ഒരു ബാറ്ററി ഉണ്ട്, അതൊരു 8 മറ്റാണ് ബാറ്ററി അതിൻ്റെ ബുക്കിൽ കണ്ടത്, കാറ്റലോഗിൽ കണ്ടത്, അല്ല പർച്ചേസ് ചെയ്യുന്ന സമയത്ത്. അതിന് പറ്റിയ ചാർജർ ഉണ്ട്. നോക്കിയാൽ കാണാം ചാർജറിൻ്റെ ആംബിയറും കാര്യങ്ങളൊക്കെ. 1 ആംബിയറിൻ്റെ ആണ് ചാർജർ. കുഴപ്പമില്ലാത്ത ക്വാളിറ്റി, ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ വേറെ എന്തൊക്കെയോ സ്റ്റാൻഡും പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാനുവലായിട്ട് പമ്പ് ചെയ്യണ സാധനങ്ങളാണ് തോന്നുന്നു. അതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. കുഴപ്പമില്ലാത്തൊരു വെയിറ്റുള്ള ഒരു സാധനമാണ് അത്. പൈപ്പ് തന്നെയാണ്. പിന്നെ അടുത്തൊരു പൈപ്പ് 1 by 1 ആയിട്ട് നമുക്ക് ഇങ്ങനെ നോക്കി നോക്കാം. സാധനം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യണതും അതുപോലെ തന്നെ അത് അൺബോക്സ് ചെയ്യണതും. എങ്ങനെയാണ് അതിൻ്റെ സംഭവങ്ങളൊന്നും ഒരു ഐഡിയ ഇല്ല. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും കാണല്ലാണ്ട് അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം എന്ന് അറിയില്ല, എന്തൊക്കെ സെറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്, അത് നോക്കി ചെയ്യേണ്ടി വരും. വെൽഡിങ് ഉണ്ട്, ഒരു ഭാഗത്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അടുത്ത ഭാഗത്തേക്ക് അത് എത്തിയിട്ടില്ല. ഇങ്ങനെ തന്നെയാണോ അവർ മാനുഫാക്ചർ കംപ്ലൈൻ്റ് ആണോ അതത് ഇങ്ങനെ തന്നെയാണെന്ന് അറിയില്ല. ഈ ഭാഗം അത് മുട്ടിയിട്ടില്ല, അത് ഞാൻ ആ വീഡിയോയിലൊന്ന് കാണിച്ചത്. പിന്നെ പുറത്തേക്ക് എടുക്കാൻ കിട്ടില്ല, എന്തോ ഒരു പിടുത്തം വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മളിനി ബാക്കിയുള്ള സാധനങ്ങൾ എടുക്കുകയാണ്. അതിൻ്റെ നോസിൽസാണിത്. നോസിൽ എടുക്കുമ്പോൾ ചെറുതായിട്ട് അതിനൊരു ഡാമേജ് ആയിട്ടുണ്ട്. ട്രാവൽ സമയത്ത് ഉണ്ടായ സംഭവമാണ്. പാക്കിംഗ് ഒക്കെ പക്കയായിരുന്നു, പക്ഷെ അത് ചെറുതായിട്ടൊരു ഡാമേജ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് പിന്നെ നോക്കാം. ബാക്കി എന്തൊക്കെയുള്ളത് നമുക്ക് എടുത്തു വയ്ക്കും, നോക്കാം വേറെ എന്തൊക്കെ സാധനങ്ങളുള്ളതെന്ന്. വേറെ ഒന്നും കാണാനൊന്നും. ഇതാണ് പുറത്ത് വയ്ക്കുമ്പോൾ മോഡൽ. നല്ല ക്വാളിറ്റി ഇല്ല കേട്ടോ, പ്ലാസ്റ്റിക് നമ്മൾ നോക്കിയപ്പോൾ നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. ഇതൊരു വോൾട്ട് മീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പ്രവർത്തനം കാര്യങ്ങളൊന്നും അറിയില്ല, നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് സംഭവം. അതിൻ്റെ മോഡലാട്ടോ, ഓരോരോ മോഡലുണ്ട് അതിൻ്റെ മോഡലാണ്. ഇത് ഓൺ ഓഫ് സ്വിച്ച്, അത് പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്, പിന്നെ ചാർജ് ചെയ്യാനുള്ള സോക്കറ്റ്, അതാണ് ഈ സൈഡിലുള്ളത്. പിന്നെ ബാക്കിൽ നമ്മുടെ പുറത്ത് നല്ല ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രിപ്പ് കൊടുക്കുന്നുണ്ട്. നല്ല കുഴപ്പമില്ലാത്ത സംഭവം തോന്നി, നല്ല ക്വാളിറ്റി തോന്നി സാധനത്തിന്. ചൈന സാധനമാണെങ്കിലും ഇത് ഒരു മാനുവലി വെക്കാനുള്ള ഒരു പമ്പിൻ്റെ സെറ്റപ്പാണ്. ഇതിൻ്റെ സാധനങ്ങളൊന്നും കാണാനില്ല. ഓക്കെ, ഉള്ളിലാണ് ബാക്കിയുള്ള ഐറ്റംസ് ഇവർ ഇറക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. എന്തൊക്കെയോ ക്യാപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സത്യം പറഞ്ഞത് എവിടെയൊക്കെ വെക്കണമെന്ന് ഒരു ഐഡിയ ഇല്ല. കുറച്ച് സാധനങ്ങൾ മാത്രം മാനുവലി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, അത് കാരണം അറിയാം എന്തൊക്കെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ. ബാക്കിയുള്ള ഇൻസ്റ്റാളേഷൻ നമുക്കറിയില്ല, അത് നോക്കി ചെയ്യേണ്ടി വരും. ഒരു വാഷറുണ്ട്, പിന്നെ ഒരു അരിപ്പുണ്ട് ഈ വെള്ളം ഒഴിക്കുമ്പോൾ.
പിന്നെ അതിൻ്റെ ഉള്ളിൽ പമ്പ് കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. ഇത് മാനുവലിൻ്റെയാണ് ഉള്ളത്, മാനുവലിൻ്റെ അതേ സംഭവം പമ്പ് തന്നെയാണ്. ഇത് മറ്റേലേക്ക് സെറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അതിൽ തന്നെ ഒരുപാട് വേറെയും സാധനങ്ങൾ കിടക്കുന്നത് കാണാം, അതിൻ്റെ വയറ്, പല പൈപ്പും കാര്യങ്ങളൊക്കെ. ഇതാണ് മാനുവൽ പമ്പ് കേട്ടോ. ഉണ്ടോ, ഇത് ഇതിനുള്ളിലേക്ക് വെക്കേണ്ടി വരും, നമുക്കത് മാറ്റി വയ്ക്കാം. നമുക്ക് ഓരോരോ സാധനങ്ങളായിട്ട് എടുക്കാം. അതിൽ നമുക്ക് കാണാം ഇതിൻ്റെ ബെൽറ്റ് ഉണ്ട്, ന്യൂസിൽസ് കിടക്കുന്നു, അതുപോലെ പൈപ്പ് കിടക്കുന്നു, ന്യൂസിൽ കണക്ട് ചെയ്യാനുള്ള പൈപ്പ് കിടക്കുന്നു. നമ്മൾക്ക് ഇത് തൂക്കിയിടാൻ പറ്റിയ, നമ്മൾ പുറത്തിനോട് ദേഹത്തോട് ചേർത്തിടാൻ പറ്റിയ ഒരു ബെൽറ്റാണ്. നല്ല കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ് ബെൽറ്റിന് ഉള്ളത്. കാണുമ്പോൾ സ്പോഞ്ച് കുഴപ്പമൊന്നുമില്ല. 2 ബെൽറ്റ്. പിന്നെ ഇതാണ് പൈപ്പ് വന്നിരിക്കുന്നത്. പൈപ്പ് കാറ്റലോഗൊക്കെ നമുക്ക് കാണാം, വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ താഴെ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഓണ്, ഈ നോസിൽ സ്പ്രേ വരാൻ വേണ്ടിയിട്ട് പ്രസ് ചെയ്യുന്ന സംഭവം, ഹാൻഡിൽ. ഞാൻ ഓൺലൈൻ വാങ്ങാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ സാധനം കുറേ സ്ഥലത്ത് നോക്കിയപ്പോൾ കിട്ടിയില്ല, സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ചില സ്ഥലത്ത് നല്ലോണം റേറ്റ് നല്ലോണം വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയത്. അപ്പോൾ അതാണ് ഇതിൻ്റെ വാറണ്ടി കാർഡ്. പിന്നെ അതിൽ തന്നെ നോസിലും പിന്നെ എന്തോ വാഷറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോസിൽ 3-4 എണ്ണം ഉണ്ട്. ഇവർ ആദ്യം ഈ പ്രോഡക്റ്റ് ഇറക്കിയപ്പോൾ കുറച്ചും കൂടി നോസിൽസ് 8 എണ്ണം മറ്റേ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടത് കേട്ടോ. ഇപ്പം അത് ഇല്ല, 4 എണ്ണം ഉള്ളൂ. 4 എണ്ണം കുറച്ച്, ആദ്യം 8 എണ്ണം ഉണ്ടായിരുന്നു. ആദ്യം ചാർജറൊക്കെ കുറച്ച് വ്യത്യാസം, കുറച്ച് വലിയ ചാർജറൊക്കെ ആയിരുന്നു. അപ്പോൾ ചാർജറൊക്കെ ചെറുതാക്കി, അത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിക്കിടും. പക്ഷെ ക്യാന് നല്ല സെറ്റപ്പായി തോന്നി, നല്ല ടൈറ്റ് ഉണ്ടായിരുന്നു, നല്ല ബലം ഉണ്ടായിരുന്നു, അമങ്ങണമൊന്നുമില്ല. ഇതാണ് അവരുടെ യൂസർ മാനുവൽ. വാറണ്ടി കാർഡ് ഉണ്ട്, 6 മാസമാണ് ഇതിൻ്റെ വാറണ്ടി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ യൂസേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എത്ര മോഡലുകളുണ്ട്, പിന്നെ വേറെ കാര്യം എങ്ങനെ യൂസ് ചെയ്യാറുണ്ട്, കാര്യങ്ങൾ, ടെക്നിക്കൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇവരുടെ യൂസർ മാനുവൽ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു ബുക്ക് പോലെ ഉണ്ടാവും കേട്ടോ. അല്ലാതെ ഇവരുടെ ബ്രഷ് കട്ടർ വാങ്ങിയപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു, ഓരോ ബുക്കായിരുന്നു, വലിയൊരു ബുക്കായിരുന്നു. പക്ഷെ അതിൽ വേണ്ട കാര്യങ്ങളൊന്നുമില്ല. എന്തൊക്കെയോ അതിൻ്റെ മെഷീനറി, അതിൻ്റെ സ്പെയർ കാര്യങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതും ഇതിൻ്റെ നോസിലിൻ്റെ സ്പ്രേ വരുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കംപ്ലൈൻറ്റ്സ് വരുമ്പോൾ എന്തൊക്കെയാണ് മോണിറ്റർ ചെയ്യേണ്ടത്, പിന്നെ ഓരോ മോഡലിനും എത്ര വാട്ട്സ് ബാറ്ററിയാണ്, അല്ല എത്ര എച്ചിൻ്റെ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. വേറെ ഒന്നും ഇല്ല കാണാനില്ല ഇതിൽ. ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് ഇതിൽ കൊടുത്തിട്ടില്ല. ഇതിൽ ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ. കണക്ട് ചെയ്യേണ്ട രീതികൾ എങ്ങനെയാണെന്നൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ എല്ലാം ഊരിട്ടുണ്ട്, അതിനെടുത്ത സാധനങ്ങളൊക്കെയാണ് ഇത്. ആദ്യത്തെ കണ്ടുല്ലോ. അപ്പോൾ ഇത് മൊത്തം ഇനി ഇതിലേക്ക് തിരിച്ചിട്ട്, ഇപ്പം ഞാൻ ഓഫീസിലാണ്, വീട്ടിൽ പോയിട്ട് നോക്കി നോക്കാം എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഓരോന്ന് 1 by 1 ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആകപ്പാടെ ഒരു ചെറിയ സംശയം, പമ്പ് സെറ്റ് ചെയ്യൽ, അതിൻ്റെ ഉള്ളിൽ അതും കാര്യങ്ങൾ മാത്രമേ ഡൗട്ട്. ബാക്കിയൊക്കെ ഈ സാധനമൊക്കെ എവിടെ കൊടുക്കേണ്ടതെന്ന് അറിയണം. എനിക്കാണ് ഈ വെള്ളം പുറത്ത് വരുന്ന ഭാഗത്ത് തന്നെയാണ് ഇത്, ഷവർ മോഡിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇത്. ഞാൻ ആദ്യം വിചാരിച്ചത് വെള്ളം ഉള്ളിൽ നിന്ന് എടുക്കണ സ്ഥലത്താവും വെക്കുകയാണ്. അപ്പോൾ അതായില്ല. കണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഇതാ പുറത്ത് ഇങ്ങനെ നനയ്ക്കാനുള്ള സ്ഥലത്താവും ഇത് വെക്കേണ്ടി വരിക. പിന്നെ പമ്പ് സംഭവങ്ങൾ, ഈ സാധനമാണ് ഈ പമ്പ്. ഈ സെറ്റിങ്ങൊക്കെയാണ് കുറച്ച് പണിയുള്ളത്. ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ് പ്രശ്നം. ഗ്രീസും കാലത്ത് കുറച്ചുകൂടി ഗ്രീസൊക്കെ, കുറച്ച് ചെറുതായിട്ട് ഗ്രീസൊക്കെ ഇതിൽ കിടക്കുന്നുണ്ട്.
ഇതാണ് എയർ ഇതാണ് പമ്പ്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഗ്രീസൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ പിന്നെ അതിൽ ഇതിൻ്റെ ഒരു വാഷറുകളുണ്ട്. ഇതിൻ്റെ മോഡൽ വാഷർ തന്നെയാണിത്. പിന്നെ കുറേ നോസിൽസ് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും വീട്ടിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക, അതാണ് നല്ലത്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പണിയായി, പിന്നെ ഊരിയിട്ട് പിന്നെയും കൊണ്ടുപോവുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ വീട്ടിൽ പോയിട്ട് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്തു. ഇപ്പോൾ സെറ്റ് ചെയ്യണ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം കുറേ സമയം എടുത്തു. 1 മണിക്കൂറിന് മേലെടുത്തു ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൻ്റെ മാനുവലിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് മെല്ലെ മെല്ലെ ഓരോ ഐഡിയ വെച്ചിട്ടാണ് ആദ്യം സെറ്റ് ചെയ്തത്. ഓക്കെ, സംഭവം ഓക്കെ ഉണ്ട്. ഇനി ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ഇനി നോക്കണം എങ്ങനെയാണ് വർക്ക് ചെയ്യണത്. പറഞ്ഞാൽ ഇത് കൂടെയാണ് വെള്ളം ഒഴിക്കുക, ഇങ്ങനെ വെള്ളം ഒഴിക്കുക. അപ്പോൾ അരിക്കുന്നുണ്ട്. കാരണം ഇത് ഒരു ക്യാപ്പ് പറഞ്ഞാൽ ഇത് മാനുവൽ പമ്പിൻ്റെയാണ്. ഇത് നമ്മൾ ഉപയോഗിക്കണില്ലെങ്കിൽ ഈ സാധനം അടച്ചു വെക്കണം. മോട്ടർ കൂടെ ആണെങ്കിൽ ഇതിനെ എടുക്കും, വേറെ വ്യത്യാസമൊന്നുമില്ല. മോട്ടർ കൂടെയാണ് കണക്ട് ചെയ്യുന്നത്. അത് കാരണം മോട്ടർ അവിടെ ഇതാക്കി വെച്ചു. സംഭവങ്ങളൊക്കെ ബാറ്ററി ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ബാറ്ററി നമുക്ക് പുറത്തേക്ക് എടുക്കുന്ന നെറ്റൊക്കെ അയക്കണം. പിന്നെ ഇപ്പോൾ നോസിൽ ഇതാണ് ഇട്ടിക്കുന്നത്. ഇപ്പോൾ ഈ നോസിലാണ് ഇട്ടിക്കുന്നത്. 2, 3, 1, 2, 3, 4 നോസിൽ നമുക്ക് കിട്ടി. പിന്നെ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അത് ഇവിടെ പൊക്കാനൊക്കെ പറ്റും. അതിങ്ങനെ ലൂസ് ആക്കിയിട്ട് ഇങ്ങനെ പൊക്കാൻ നമുക്ക് ദൂരത്തേക്ക് അത്യാവശ്യം ലെങ്ത്തിൽ കിട്ടും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പിന്നെ നമുക്ക് മനസ്സിലായത് എന്താ സാധനം എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അഴിക്കാൻ പറ്റുമോ നോക്കുമ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് ഇത് ലൂസാവണ് കണ്ടത്. അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ സാധനമൊക്കെ വയ്ക്കാൻ കുറേ ബുദ്ധിമുട്ടി. ഈ സാധനം ഇത് ഈ ലോക്ക് വയ്ക്കാനൊക്കെ, കാരണം അവരുടെ മാനുവലിൽ അത് ഉണ്ടെങ്കിൽ നല്ലൊരു ഉപകാരമായിരുന്നു നമുക്ക്. പക്ഷെ അതിലുണ്ടായിരുന്നു. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് നോക്കാം. വെള്ളം ഒഴിക്കാം. ഇതിലൊരു അരിപ്പാതിൽ വയ്ക്കുക, വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം കൂടി. പിന്നെ ഇവിടെ 2 സ്വിച്ചുകളുണ്ട്. ഇത് ഓണും ഇത് പവറിൻ്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ്. സാധനങ്ങളൊക്കെ ഉണ്ട്. ഓട്ടോമാറ്റിക് ഓഫ് ആവുന്നുണ്ട്. ഇത് തന്നെ കുറച്ചും കൂടി പ്രഷർ കൂട്ടാനുള്ളതാണ്. ഓക്കെ, അപ്പം ഞാൻ ഫുള്ളിലാണ് ഇട്ടിരിക്കുന്നത് പ്രഷർ. ബെൽറ്റൊക്കെ പറ്റണ പോലെ അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് ഓരോരുത്തർക്കും എത്രയാണ് സൈസ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടെയാണ് ഇതിൻ്റെ ലോക്ക് വരുന്നത് കേട്ടോ. കാണണ്ട, നമുക്കിനി സാധനം ഓണാക്കിയിട്ടുണ്ട്. ഈ നോസിലാണ് എടുക്കുന്നത്. ഒന്ന് ടൈറ്റാണോ നോക്കുക. പക്ഷെ ടൈറ്റ് ആക്കിയിട്ട് പിന്നെ ഇതൊന്ന് ഓണാക്കി നോക്കാം. അവിടെ കേൾക്കും. പവർ വരുന്നത്. മതിയാ മതിയാ കാണട്ടോ, കാണണ്ട. ഉണ്ട്. ഇതിപ്പോ ഒരു 40 ലിറ്റർ ഉണ്ട്. ഇപ്പൊ ഏകദേശം അടിച്ചു കഴിഞ്ഞു അല്ലേ. 40 അല്ലെങ്കിൽ 50 ലിറ്റർ അടിച്ചു. ഇതുവരെ ചാർജ് ഇറങ്ങിയിട്ടൊന്നുമില്ല. നല്ല